അപ്പോൾ ഇടതു സർക്കാർ തുടരണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കാണാം. 10 വർഷത്തെ പ്രകടനം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് കേരളത്തിന് മുന്നിലേക്ക് നമ്മൾ വെച്ചത്. അതിനുള്ള മറുപടി എന്താണ്? 27% പേർ നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നു. ശരാശരി എന്ന് 16.2% അഭിപ്രായം. പക്ഷെ ഓർക്കണം, 53.1% മുഖ്യമന്ത്രി പ്രകടനം മോശമാണ് എന്ന അഭിപ്രായമുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് കേരളത്തിലെ ഈ പത്രമുത്തശ്ശിയായിരുന്ന മലയാള മനോരമയുടെ ടെലിവിഷൻ നടത്തിയ ഒരു സർവേ റിപ്പോർട്ടാണ്. അതിൽ പിണറായി വിജയൻ്റെ ജനസപ്പോർട്ടാണ്. അത് 43% ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 10 വർഷം കണ്ടിന്യൂസായി ഭരിച്ചു കഴിഞ്ഞപ്പോഴും 43% ജനങ്ങളും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ചെറിയ പ്രശ്നമല്ലേ മനോരമയ്ക്ക് പോലും അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നാൽ അത് കഷ്ടമാണ്. പിന്നെ അവർ ആശ്വാസം കൊള്ളുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കേൾക്കാം എങ്ങനെ അവർ ആശ്വാസം കൊള്ളണമെന്നുള്ളത്. കാരണം 43 കഴിഞ്ഞാൽ ബാക്കി ഒരു 53% പേര് ഈ പിണറായി വിജയനെ എതിർക്കുന്നുണ്ട് അത്ര. അപ്പോൾ 43ആണോ വലുതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എതിർക്കുന്ന 53% പേര് തന്നെയാണ് വലുത്. 6% കാര്യമായിട്ട് തീരുമാനമൊന്നും എടുത്തിട്ടില്ല അത്ര. നോക്കട്ടെ, ഞങ്ങൾ ഒന്നും കൂടെ നോക്കിയിട്ട് വിവരം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവർ എന്തോ ഒരു പൾസാണ് ഇവർ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നത്. കഴിഞ്ഞ തവണ ഇവർ ഒരു സർവേ നടത്തി 2021 നമ്മുടെ MM മണിയൊക്കെ തൊപ്പിയിടുന്നു പറഞ്ഞ ഒരു സർവേ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏതാണ്ട് LDF അമ്പയെ പരാജയപ്പെടുമെന്ന് പറഞ്ഞ സർവേ നടത്തിയിട്ടുണ്ട്. ഈ ട്രെയിൻ വരും, ബോട്ട് വരും, അങ്ങനെ അവർ പ്രൊജക്റ്റ് ചെയ്യും, ഇത്ര ലീഡ് കിട്ടും, ഇത്ര പെർസെൻറ്റേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞത് അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു സർവേ ആയിരുന്നു അത്. എന്നാൽ ഇത്തവണ അവർ ആ കളി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. മാധ്യമങ്ങളൊക്കെ ഇനി അത് തന്നെയായിരിക്കും. ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ സർവേ ആണ്. ഒരു വ്യക്തിയാണെങ്കിലും സർവേ റൂമിലിരിക്കും, എന്നിട്ട് അവനവന് തോന്നുന്ന അവനവൻ്റെ കക്ഷിക്ക് ഇത്ര സീറ്റ് കിട്ടുന്നതാണ് പറയും. അത് സതീശൻ സാറ് പറഞ്ഞിട്ടുണ്ട്, 110 സീറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. അതനുസരിച്ചിട്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും UDFന് ഒരു 90 തൊട്ടിട്ട് 110 വരെ സീറ്റ് കിട്ടുന്നുള്ള പ്രവചനം ആണ് കാണുന്നത്. LDFകാർക്ക് ധൈര്യം പോരാ തോന്നുന്നു. അതുകൊണ്ട് അവരെവിടെയും ഒരു സർവേ നടത്തിയതായിട്ടൊന്നും കണ്ടില്ല. ഈ UDFകാർ ഇടുന്ന സർവേയുടെ താഴെ ചില ഇടതുപക്ഷ സ്നേഹികൾ 90 ഞങ്ങൾക്കായിരിക്കും, നിങ്ങൾക്കൊരു ചുക്കും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ 10-30 സീറ്റിലേക്ക് ഒതുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻറ്റുകൾ ഇടുക എന്നല്ലാതെ അവരൊരു സർവേ നടത്തിയതായിട്ട് കാണുന്നില്ല. അവരൊരു പക്ഷെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ഈ സർവേയിലൊന്നും വലിയ വിശ്വാസം കാണില്ലായിരിക്കും, പ്രവൃത്തിയിലായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ഇവർ ഈ ആൾക്കൂട്ടത്തിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ജനം അങ്ങനെ സതീശൻ വരുമ്പോൾ അങ്ങനെ തട്ടിച്ചു കൂടുക, അപ്പോൾ അതിൻ്റെ വലിയ വീഡിയോ കാണിക്കുക, എന്നിട്ട് LDF നടത്തുന്ന ഈ ജാഥകളിൽ ഈ ആളൊക്കെ വരുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള കുറച്ച് സീനൊക്കെ എടുത്തിട്ട് ഒഴിഞ്ഞ കസേരകൾ കാണിക്കുക. എന്നിട്ടോ കുറ്റിയാടി എത്തിയപ്പോൾ എന്താ ഈ നേതാക്കൾ പൊരിഞ്ഞ തല്ല് സ്റ്റേജിൽ, ആ മൈക്ക് എനിക്ക് നീ പ്രസംഗിക്കുക, അങ്ങോട്ട് തരാം, എന്താ പറയേണ്ടത്, തനി ചന്ത തല്ല് തന്നെ. ഇനിയിപ്പോൾ അത് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ നമ്മൾ ഈ സർവേ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു രംഗമുണ്ട് മനോരമയുടെ. കാരണം ഈ മനോരമ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഈ ടെലിവിഷൻ ചാനലാണ് ഇപ്പോൾ ഈ വിഷൻ കൊടുത്തിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഈ UDFനെ വീണ്ടും അധികാരത്തിലെത്തിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ സർവേ ഒക്കെ നടത്തിയിട്ട് ഈ പാവം സതീശനെയും കൂട്ടരെയൊക്കെ ഒന്ന് കൊതിപ്പിക്കുന്നത്. ആ കൊതിപ്പിക്കൽ നമുക്കൊന്നും കൂടെ കേട്ടു നോക്കാം. അഭിപ്രായമില്ലാത്തവർ 3.7, അതായത് ഒരു ഡിസിഷൻ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒന്നും കൂടി കണക്ക് കൂട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട് ദാസ്. അതായത് മോശമെന്ന് 53% പേര് പറഞ്ഞല്ലോ, എന്നാൽ നല്ലതും ശരാശരിയും ചേർക്കണമല്ലോ. കാരണം കുഴപ്പമില്ല എന്ന് പറയുന്നവരാണല്ലോ ശരാശരി. കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് പറയുന്ന 27-ഉം 16% കൂടി കൂട്ടിയാൽ 43%. ശരാശരിയിൽ എപ്പോഴും ഒരു ശരി 43.2%. കാരണം ഈ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചേർക്കാം. പിന്നെ സാർ അതിനോട് കൂട്ടി പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രകടനം ഇതിനേക്കാൾ നല്ലതായിരുന്നു. ഏത് ഡിസംബർ മാസത്തിൽ അതെ, ട്രാക്കറാണല്ലോ. ഡിസംബർ മാസത്തിൽ 29.1% പേർക്ക് മുഖ്യമന്ത്രിയുടെ പ്രകടനം നല്ലതാണെന്നായിരുന്നു അഭിപ്രായം. ജനുവരിയിലായപ്പോൾ അത് 2% കുറഞ്ഞു, 27.1 കണ്ടോ മനോരമയുടെ ഒരു സന്തോഷം. ഒരൊറ്റ മാസം കൊണ്ട് 2% ഈ മുഖ്യമന്ത്രിയുടെ ഖ്യാതി കുറഞ്ഞുപോയി. അപ്പം രക്ഷപ്പെട്ടു. തദ്ദേശ ഇലക്ഷൻ വരുന്നത് നമുക്കറിയാം 13-ാം തീയതി ആയിരുന്നു അതിന്റെ റിസൾട്ട് വരുന്നത്. ആ മാസത്തെ ആവറേജ് ആണ് ഈ കണ്ടത്. അതിനുശേഷം പിന്നീടുള്ള അപ്പോൾ ഇടതു സർക്കാർ തുടരണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കാണാം. 40.3% തുടരണം എന്നാണ് അഭിപ്രായം. മാറണമെന്ന് പറയുന്നത്
53.7% പേർ. 53.7% പേർ മാറണം എന്ന് പറയുമ്പോൾ 40% പേർ തുടരണം എന്ന് പറയുന്നു. 6% പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം ഷാനി. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇടതുപക്ഷം തുടരും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 40% ഇപ്പോൾ തന്നെ നിങ്ങളെ ഈ മനോരമയുടെ ഈ തട്ടിക്കൂട്ട് സർവേയിൽ തന്നെ 40% നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നിയല്ലോ. അത് കുറച്ചില്ലല്ലോ. പിന്നെ ഒരു 53% പേരാണ് ഇത് തുടരരുത് എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മുഖ്യമന്ത്രിയുടെ ഖ്യാതിയുടെ കണക്കുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ 53% പേരും തുടരരുത് എന്ന് പറയുന്നത്. ബി ജെ പിയും UDFും ചേർന്നായിരിക്കും. BJPക്ക് ഒരു 15% വോട്ട് എടുത്തോളൂ, ഷാനി എടുത്തോളൂ. അപ്പോഴും ബാക്കി എത്രയുണ്ട്? എത്ര പേരുണ്ട്? ഒരു 38 പേര് മാത്രമാണ് ഈ പിണറായിക്ക് എതിരെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം തുടരരുത് എന്ന് പറയുന്നത്. അപ്പോൾ തുടരണം എന്ന് പറയുന്ന ഇത് 2% കൂടുതലാണ് UDFിനേക്കാൾ. അങ്ങനെയാണല്ലോ ജനാധിപത്യത്തിൽ കാണുക. അത് ഈ വരുന്ന ദിവസങ്ങളിൽ ഇനിയും കൂടും, അല്ലെങ്കിൽ ഇടതുപക്ഷം തുടരണം എന്ന് പറയും. ഈ സർവേ നടത്തുമ്പോൾ ഈ 30 ലക്ഷം വരുന്ന സ്ത്രീജനങ്ങൾക്ക് 1000 രൂപയെന്ന് അവരുടെ കയ്യിൽ കിട്ടിയിരുന്നില്ല. ഇപ്പം അത് കിട്ടിത്തുടങ്ങി. 5 ലക്ഷം വരുന്ന യുവാക്കളുടെ കയ്യിൽ 1000 രൂപ കിട്ടിത്തുടങ്ങി. അവരുടെയൊക്കെ മനസ്സ് മാറാതിരിക്കുമോ? അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരിനെ അവർ ചേർത്ത് പിടിക്കില്ലേ? അപ്പോൾ അവർ ഈ സർക്കാർ തുടരണമെന്ന് പറയില്ലേ? ഇതെല്ലാം കാണും എൻ്റെ ഷാനി. അതുകൊണ്ട് മനോരമയും ഷാനിയും ഇത് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. സതീശനെയും കൂട്ടരെയും ഓവർ കോൺഫിഡൻസ് കൊടുത്തിട്ട് വഴി തെറ്റിക്കണ്ട. അവർ നന്നായി വേർത്ത് പണിയെടുക്കട്ടെ. അല്ലെങ്കിൽ അവർ ഈ തല്ല് തിരുവനന്തപുരം വരെ, കുറ്റ്യാടിയിൽ നിന്ന് ആരംഭിച്ച തല്ല് തിരുവനന്തപുരം വരെ തല്ലും, അവിടെ വെച്ച് തല്ലിത്തീരും. അതോടെ ആ നവയുഗ യാത്ര ഒരു കലിയുഗ യാത്രയായി അവസാനിക്കാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ സതീശനെയും കൂട്ടരെയും വഴിതെറ്റിക്കരുത്. അദ്ദേഹം അടുത്തൊരു പ്രതിപക്ഷ നേതാവെങ്കിലും ആകാനുള്ളൊരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം. നന്ദി, നമസ്കാരം. ഇത്തരം തമാശകൾ, രാഷ്ട്രീയ തമാശകൾ ഇനിയും നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വൺസ് അഗെയിൻ താങ്ക് യു. ഈ 54% പേര് രണ്ട് NDA മുന്നണിയും UDFുമായിട്ട് ഭിന്നിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് LDFന് കുറച്ചുകൂടി പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് 100% അത് ഏകപക്ഷീയമായിട്ട് മാറണമെന്നുള്ള ഒരു വിധി നിർണയമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. അത് ആ ട്രെൻഡ് നോക്കിയാൽ ഡിസംബർ മാസത്തിൽ, അതായത് ഡിസംബർ മുതൽ എങ്ങനെയായിരുന്നു നോക്കിയാൽ മാറണം എന്ന്, അതായത് ഇപ്പൊ പറയുന്നത് മാറണം എന്ന് പറഞ്ഞത് 53.7% പേരാണല്ലോ. പക്ഷെ ഡിസംബറിൽ ഈ അഭിപ്രായം ഉണ്ടായിരുന്നത് 45.9% പേർക്ക് മാത്രമാണ്. ജനുവരിയിലായപ്പോഴേക്കും 42.1%. ഫെബ്രുവരിയിൽ, അതായത് അതിനകത്തൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. ജനുവരിയിൽ ആളുകൾ, എതിരഭിപ്രായമുള്ള ആളുകൾ കുറഞ്ഞു. പക്ഷേ ഫെബ്രുവരി ആയപ്പോഴേക്കും 40.3% പേർ ഇടത് സർക്കാർ, ഫെബ്രുവരി ആയപ്പോഴേക്കും 53.7%. നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഇപ്പോൾ UDFിനൊപ്പമാണ് അതിന്റെ മൊമെന്റം എങ്കിലും ഒരു മത്സരം, കടുത്ത മത്സരം തന്നെ ഉണ്ടാവാം എന്നുള്ളതിന്റെ സൂചന കൂടിയായിട്ട് ഇത് കാണണമെന്നില്ല. ഈ അവസാന ഭാഗമൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? മനോരമയ്ക്ക് തന്നെ എന്താണ് പറയുന്നതെന്നോ എന്താണ് പറയേണ്ടതെന്നോ യാതൊരു രൂപമില്ല. ഫെബ്രുവരി, ഡിസംബർ, ജനുവരി, മാർച്ച് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയണു. അവർക്ക് എങ്ങനെയെങ്കിലും UDFിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം. പക്ഷെ അത് എങ്ങനെയെങ്കിലും പറയാൻ പറ്റില്ല. മത്സരം കടുക്കും എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് തടി തപ്പി വഴിവിടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. വലിയ നമസ്കാരം എൻ്റെ മനോരമ സർവേക്കാരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.